അമിത ആത്മവിശ്വാസത്തിൽ പരിക്കേറ്റ ബി.ജെ.പിയും പരാജയത്തിന്റെ ആഴങ്ങളിൽ നിന്നും കരകയറുന്ന കോൺഗ്രസും. ഇലക്ഷൻ കഴിഞ്ഞ ഇന്ത്യ ഇങ്ങനെയൊക്കെയാണ്. 2014-ലും 2019-ലും ഉണ്ടായിരുന്ന മോദി പ്രഭ മങ്ങിയപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ എഴുതിത്തള്ളാനാവില്ലെന്ന് രാഹുൽ ഗാന്ധി തെളിയിച്ചു. നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യവുമായി തെരഞ്ഞെടുപ്പിനിറങ്ങുമ്പോൾ നരേന്ദ്രമോദിയായിരുന്നു ബി.ജെ.പിയുടെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. പക്ഷേ മോദിയുടെ മോടി മങ്ങി തുടങ്ങി. മൂന്നാം വട്ടവും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും മോദിയുടെ ഗ്യാരണ്ടിക്ക് പഴയ തിളക്കമില്ല. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയതു മുതൽ വിജയം മാത്രം കണ്ട നേതാവ്. ആ മോദി സ്വന്തം മണ്ഡലത്തിൽ ലീഡ് നിലയിൽ പിന്നിൽ പോകുന്നതും ഇത്തവണ കാണാനായി. രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലും റായ്ബറേലിയിലും കിട്ടിയ ഭൂരിപക്ഷം വാരാണസിയിൽ കിട്ടാതെ പോയതും മോദിയുടെ വ്യക്തിപ്രഭാവത്തിന് മങ്ങലേൽപ്പിച്ചു. നെഹ്റുവിന്റെ റെക്കോർഡ് ഭേദിക്കാൻ ഒരുങ്ങുന്ന നരേന്ദ്രമോദിക്ക് ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടനം ചെറിയ ആഘാതമല്ല ഉണ്ടാക്കിയത്. കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള ഭാരത് ജോഡോ യാത്ര. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയ രാഹുൽ ഗാന്ധിക്ക് പിഴച്ചില്ല. ജനങ്ങൾക്കൊപ്പം നടന്ന രാഹുൽ കോൺഗ്രസിനെ തിരികെ വിജയത്തിന്റെ വഴിയിലേക്ക് എത്തിച്ചു. 2014-ലും 2019-ലും നരേന്ദ്രമോദിക്ക് മുന്നിൽ ദയനീയമായ തോറ്റ രാഹുലിന് നിലനിൽപ്പിന്റെ പോരാട്ടമായിരുന്നു ഇത്തവണത്തേത്. വിശ്വസ്തരൊക്കെ അക്കരെ പച്ച തേടിപ്പോയപ്പോൾ ഒപ്പം നിന്നവരെ അണിനിരത്തിയുള്ള രാഹുലിന്റെ കഴിഞ്ഞ 5 വർഷത്തെ പോരാട്ടം. പ്രചാരണത്തിലും രാഹുൽ ഗാന്ധി അടിമുടി മാറിയ കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം കണ്ടത്. ഭരണഘടന കയ്യിലേന്തി നീതിയെയും ന്യായത്തെയും കുറിച്ച് ഓർമ്മപ്പെടുത്തി. വിലക്കയറ്റത്തെയും തൊഴിലില്ലായ്മയും കുറിച്ച് സംസാരിച്ചു. വയനാട്ടിലും റായ്ബറേലിയിലും 3 ലക്ഷത്തിലധികം വോട്ടോടെ ജയിക്കാനായതും രാഗയ്ക്ക് ആശ്വാസമായി. ഇന്ത്യ സഖ്യത്തെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ ഇനി രാഹുൽ ഗാന്ധിക്ക് തലയെടുപ്പോടെ നിലയുറപ്പിക്കാം. ചോദിക്കാനും പറയാനും പ്രതിപക്ഷത്ത് ആളില്ല എന്ന ഒരു ദശാബ്ദക്കാലത്തെ പ്രതിസന്ധി ഒഴിഞ്ഞു. ഇനി ഇവിടെ ഒരു പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ഉണ്ടാകും. ഒപ്പം വിവിധ ആശയങ്ങളും അഭിപ്രായങ്ങളുമുള്ള ഒരു കൂട്ടുകക്ഷി ഭരണവും.